നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമയുടെ സീമന്തത്തിന് പോകുന്നുണ്ട് രണ്ടാളും. നിന്നെ വിളിക്കാത്തടത്ത് എങ്ങനെയാടി ഞങ്ങള് രണ്ടാളും? എന്നെ വിളിച്ചില്ല, സമ്മതിച്ചു. ക്ഷണമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നുമില്ല. പക്ഷെ നിങ്ങളെ രണ്ടാളും ക്ഷണിച്ചില്ലേ? പോകാതിരിക്കുന്നതിന് എന്താ ന്യായം? നിന്നെ വിളിച്ചിട്ടില്ല, അത് തന്നെയാ കാരണം. ശാരിയേച്ചി, അതൊരു ന്യായമാണോ? ശാരിയേച്ചിയുടെ കുഞ്ഞു അനുജത്തിയല്ലേ ശ്യാമ, അമ്മയുടെ ചെല്ലക്കുട്ടി. നോക്ക്, ഈ വീട്ടിൽ ആദ്യമായിട്ടൊരു കുഞ്ഞാവ ഉണ്ടാവാൻ പോവുക. അപ്പൊ അമ്മയും വലിയച്ചി ഇങ്ങനെയാണോ പെരുമാറുന്നത്? ആദ്യ പ്രസവത്തിന്റെ സമയത്താ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആശങ്കയും ഭയവും ഒക്കെ ഉണ്ടാവുന്നത്. ആ സമയത്ത് അവളുടെ ഭർത്താവ് മാത്രമല്ല, അമ്മയും സഹോദരങ്ങളും ഒക്കെ കൂടെ വേണം. അവൾക്ക് വേണ്ട കാവലും കരുതലും ആശ്വാസവും സാന്ത്വനവും ഒക്കെ കൊടുത്ത് കൂടെ നിൽക്കണം. അതേപോലെ കാവലും കരുതലും കൊടുക്കണ്ട നിന്നെ എന്താ ക്ഷണിക്കാത്തേന്നാ ഞങ്ങള് ചോദിക്കുന്നേ. ക്ഷണിക്കുന്നത് അവളാണോ ശാരിയേച്ചി? സത്യാമ്മയല്ലേ ചടങ്ങ് നടത്തുന്നേ? എന്നെ ക്ഷണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവക്കത് അവിടെ പറയാൻ പറ്റുമോ? അവിടെ എന്റെ പേര് പറയുന്നത് പോലും വിലക്കിട്ടുണ്ടാവും സത്യാമ്മ. എന്നെ ക്ഷണിക്കാത്തതില് അവളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും എനിക്കറിയാം. ആ കൂട്ടത്തില് നിങ്ങളും കൂടി ചെല്ലാതിരുന്നാലോ? നോക്ക്, എന്നെ ക്ഷണിച്ചാലേ നിങ്ങളും കൂടി പോവുള്ളൂ എന്നുള്ള ഉപാധിയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. സത്യാമ്മ ക്ഷണിച്ചതേ ശാലിനിയുടെ അമ്മയും ചേച്ചിയാ അല്ല, ശ്യാമയുടെ അമ്മയും ചേച്ചിയാ. നോക്ക്, അങ്ങനെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടായ പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, അവളെ എവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം. ഇതിപ്പോ സത്യാമ്മ ആയതുകൊണ്ടാ നിങ്ങക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ശ്യാമെ കല്യാണം കഴിച്ചയച്ചത് വേറൊരു വീട്ടിലേക്കായിരുന്നെങ്കിലോ? ആ വീട്ടുകാരും ശാലിനിയെ സീമന്തം ക്ഷണിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. എന്ന് കരുതി നിങ്ങളെ രണ്ടാളും പോവാതിരിക്കോ? കഴിഞ്ഞു പോയ സംഭവങ്ങള് ശ്യാമയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അവള് കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതെന്നും അവള് കാരണം എന്റെ ജീവിതം തകർന്നു നോക്കിയുള്ള കുറ്റബോധം അവളുടെ ഉള്ളിലുണ്ടാവും. നോക്ക്, അതിനിടയില് നിങ്ങള് അവളെ സീമന്ത ചടങ്ങിൽ ഒറ്റയ്ക്കാക്കി കളയണോ? നോക്കമ്മേ, ഇപ്പോ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കേണ്ടതല്ലേ അവള്? മതി, നിർത്ത്. ഞങ്ങള് പൊക്കോളാം സീമന്തത്തിന്, പോരെ? അമ്മേ, ഇനി ഇതിനെ ചൊല്ലിയൊരു തർക്കമൊന്നും വേണ്ട. ഇവള് പറഞ്ഞത് തന്നെയാ ന്യായം. ഞാൻ പറയേണ്ട വാക്കുകളാ ഇവള് പറഞ്ഞത്. എന്നാലും അമ്മ. ഒന്നുമില്ല, നിർത്ത്. നിങ്ങൾ വരുന്നുണ്ടോ? ഭക്ഷണം എടുത്തു വെക്കാം. അമ്മ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.